അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപ്രധാനമായ യാത്രയും ആ യാത്രയെ തുടർന്ന് 5 വക്ത് നിസ്കാരം എന്ന മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഫർളാക്കിയ ദിവസവും കൂടിയാണ് ഈ മിഅ്റാജിന്റെ ദിവസം, ഇസ്റാ മിഅ്റാജിന്റെ ദിവസം. ഇസ്റാ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു മക്കയിൽ നിന്ന് അങ്ങ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കണം. അള്ളാഹു അവന്റെ ഖുർആനിൽ ഇതെങ്ങനെ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു പറയാണ്, ഒരു പടച്ചവൻ എത്ര പരിശുദ്ധനാണ്. അസ്റാബി അബ്ദിഹി, ഓന്റെ അല്ലാഹ് അവന്റെ അടിമയെയാണ് കൊണ്ടുപോകുന്നത്. ലൈലൻ, ഒരു ചെറിയ രാത്രിയിലെ ഒരു ചെറിയ സമയം കൊണ്ട് അവന്റെ അടിമയെ അവൻ കൊണ്ടുപോവുകയാണ്. മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടേക്ക്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോവുകയാണ്. എത്രയോ കിലോമീറ്ററുകൾ, മാസങ്ങളോളം സഞ്ചരിച്ചാലേ അറബികൾ മക്കയിൽ നിന്ന് അങ്ങോട്ട് എത്തുള്ളൂ. ആ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. സ്വപ്നമൊന്നുമല്ല. അസ്റാബി അബ്ദിഹി, അവൻ അവന്റെ അടിമയെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ഖുർആൻ വ്യക്തമായി മെൻഷൻ ചെയ്തതാണ്. അപ്പൊ അള്ളാഹു അവന്റെ അടിമയെ കൊണ്ടുപോകുകയാണ്. ഒറ്റ രാത്രി ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുകയാണ്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ കാരണവും അല്ലാഹ് പറയുന്നു, ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ചില അത്ഭുതങ്ങൾ, നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ മുഹമ്മദ് നബിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് എന്ന്. എത്രയോ ദൃഷ്ടാന്തങ്ങൾ കണ്ടു. പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തതും അവിടുന്ന് ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് കണ്ട് അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോ 1,24,000 പ്രവാചകന്മാർ അവിടെ കാത്തിരിപ്പുണ്ട്. അതിലും മൂസാ നബിയുണ്ട്. ആറാനാകാശത്ത് ചെന്നപ്പോ അവിടെയും മൂസാ നബിയുണ്ട്. അള്ളാഹു അവന്റെ റസൂലിനോട് പറയാണ്, നബിയെ എന്താപ്പ ഇത്? നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട. വലക്കത് ആത്തൈന മൂസൽ കിതാബ് ഫലാ തക്കും ഫീ വിഷയത്തില് നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട. നിങ്ങൾ കണ്ടത് മൂസാ നബി തന്നെയാണ്. പോകുമ്പോ ഖബറിലുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നപ്പോ അവിടെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവിടെയുണ്ട്. ആറാനാകാശത്ത് ചെന്നപ്പോ അവിടെയുണ്ട്. ഫലാ തക്കും ഫീ മിരിയത്തിൻ, കണ്ട വിഷയത്തിൽ നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട എന്ന് അല്ലാഹു തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മിഅ്റാജിന്റെ സംഭവം ഒറ്റ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അവിടുന്ന് 7 ആകാശങ്ങളിലേക്ക് പോയി. ഇത് രാവിലെ പറഞ്ഞപ്പോ എന്താ ഉണ്ടായത്? ജനങ്ങളാകെ പ്രശ്നം ഉണ്ടാക്കി. ഒരുപാട് ആളുകൾ എല്ലാം ഞങ്ങൾ അംഗീകരിച്ച് ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, വമാ ജഅൽന റുയല്ലത്തി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. ഈ കാഴ്ച കണ്ടപ്പോ ജനങ്ങൾക്ക് അത് വലിയൊരു ഫിത്നയായി മാറി. കുറെ ആൾക്കാര് ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിച്ച് മാസങ്ങൾ താണ്ടിക്കൊണ്ടാണ് നമ്മൾ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തല്, നമ്മൾ ഷാമിലേക്ക് എത്തല്, നമ്മൾ സിറിയയിലേക്ക് എത്തല്. അങ്ങോട്ടേക്ക് ഒറ്റ രാത്രി കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയല്ലേ? അബൂ സുഫിയാന്റെ നേതൃത്വത്തില് കച്ചവടത്തിന് പോകുന്ന സംഘങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എത്തിച്ച് അവര് നബിയോട് ചോദിച്ചു, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് പോയോ? ആ പോയി. ബൈത്തുൽ മുഖദ്ദസിന്റെ ഡോർ എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിന്റെ എൻട്രൻസ് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസില് ആളുകൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൗലും സൗകര്യങ്ങളും എവിടെയാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ തുടങ്ങിയപ്പോ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ബൈത്തുൽ മുഖദ്ദസ് അങ്ങനെ നബിയുടെ മുമ്പിലുണ്ട് ഹാജരാക്കി. ഇവര് ചോദിക്കുകയാണ്, ഇവര് കണ്ടോരാണ് ചോദിക്കുന്നത്. നേരിട്ട് പോയിട്ട് കച്ചവടത്തിന് മറ്റൊക്കെ പോയിട്ട് അവിടെ സിയാറത്ത് ചെയ്ത ആൾക്കാരാണ് നബിയെ ഇന്റർവ്യൂ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പില് ബൈത്തുൽ മുഖദ്ദസ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. റസൂല് വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഇന്നോടത്ത് വാതില്, ഇന്നോടത്ത് ജനല്, ഇന്നോടത്ത് ഒളു എടുക്കാനുള്ള സൗകര്യങ്ങള്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തപ്പോ ഓലപ്പുറം പോയിട്ട് പറഞ്ഞു, സംഗതി വളരെ ക്ലിയർ ആണ്. പിന്നെ അവർ ഇതും കൂടി ചോദിച്ചു, ഞങ്ങളെ യാത്രാ സംഘം ഇപ്പൊ നിലവിൽ അവര് റണ്ണിങ്ങിലാണ്. കച്ചവടത്തിന് പോയ സംഘങ്ങള് 2-3 സംഘങ്ങൾ ഇപ്പോ അവിടെ റണ്ണിങ്ങിലാണ്. അവരൊക്കെ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, അവരിൽ ഒരു ടീം അവർ ഇന്ന സ്ഥലത്താണ് ഉള്ളത്. അവരുടെ വാഹനം കാണാതെയായിട്ട് അവരെ തെരഞ്ഞു നടക്കുകയാണ്. അവരടുത്തുനിന്ന് ഞാൻ വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതും കൂടി പറഞ്ഞു കൊടുത്ത്. ആ കൗമ് പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് ഇവരെത്തിയപ്പോൾ പറഞ്ഞ്, ഇങ്ങനൊക്കെ ഉണ്ടായി, ഒട്ടകം കാണാതായി, നമ്മളാകെ പ്രയാസപ്പെട്ടു എന്നും കൂടി സംഭവങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞു വന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ എന്നാണ് അവിടുത്തെ പേര്. ആ മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് എല്ലാരും കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. നിങ്ങളെ ആള് പലതും പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ, എന്നാൽ അത് ആദ്യമായി അംഗീകരിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ മുമ്പോട്ട് വന്ന്. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് സിദ്ദീഖ്, സത്യവാൻ, സത്യം മുറുകെ പിടിക്കുന്ന ആൾ എന്നുള്ള ആ പേര് വന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയാണ് ഈ ഇസ്രാഇന്റെ സംഭവം വിശദീകരിച്ച് അള്ളാഹ് അവസാനം പറയാ, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ പറയുന്നതൊക്കെ അള്ളാഹ് കേൾക്കുന്നുണ്ട്, ഈ ആരോപണങ്ങളൊക്കെ അള്ളാഹ് ശ്രദ്ധിക്കുന്നുണ്ട്, ഇതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. നബിയെ, നിങ്ങൾ ഇതിലൊന്നും വിഷമിക്കണ്ട എന്ന് അള്ളാഹു തആല അവസാനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ 7 ആകാശങ്ങളില് അവിടെ പോയി അപ്പോഴൊക്കെ ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മിക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒക്കെ കൂടെയുണ്ട്. 1-ാം ആകാശത്തിന്റെ ഡോറ് തുറന്നു. ആ ഡോറ് തുറന്നപ്പോ അവിടെ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. അവിടുന്ന് പറഞ്ഞു, മർഹബം ബിൽ ഇബ്നി സ്വാലിഹ്, സ്വാലിഹായ മകൻ, ആ മകനുക്ക് സന്തോഷം, ആ മകനുക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ 7 ആകാശങ്ങളിൽ പോയി അവിടെ നിന്ന് ഒരു പ്രത്യേക സ്ഥലം, അവിടെയാണ് അള്ളാഹുമായിട്ടുള്ള സംസാരം നടക്കേണ്ടത്, അള്ളാഹുമായിട്ട് കാണേണ്ടത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇനി എനിക്ക് വന്നുകൂടാ, എനിക്ക് അനുവദിക്കപ്പെട്ട സ്ഥലവും സമയവും കഴിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ ബേജാറായി ചോദിച്ചു, അഹുനാ യുഫാരിക്കുൽ ഖലീലു ഖലീലഹു, ഇവിടെ വെച്ചിട്ടാണോ ഒരു മിത്രം മറ്റൊരു മിത്രത്തെ ഇട്ടേച്ചു പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് പോകാം, ഇനി ഞാൻ ഇവിടുന്ന് വന്നാൽ ഞാൻ കരിഞ്ഞു പോകും എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്ക് പോകേണ്ടി വന്ന്. അള്ളാഹ്ക്ക് സ്ഥലമൊന്നുമില്ല, ഇനി നമ്മൾ അത് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു തആല അവിടെ മേലെയാണ് എന്നൊന്നും നമ്മൾ അങ്ങനൊന്നും വിചാരിക്കാൻ പാടില്ല. അല്ലാഹു തആലക്ക് സ്ഥലമില്ല. എല്ലാ സ്ഥലങ്ങളെയും ആര് പടച്ചതാണ്? അള്ളാഹ് പടച്ചതല്ലേ. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് ആരുണ്ടാവണം? അള്ളാഹ് ഉണ്ടാവണം. അപ്പൊ അല്ലാഹു തആല ഇന്ന സ്ഥലത്താണ് എന്നോ അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നൊന്നും വിശ്വസിക്കാൻ പാടില്ല. എല്ലാ ഇടവും എല്ലാ സ്ഥലവും ആര് പടച്ചതാണ്? അള്ളാഹ് പടച്ചതാണ്. അതിന്റെ ഒക്കെ മുമ്പ് ആരുണ്ട്? അള്ളാഹു ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അള്ളാഹ് ഇന്ന സ്ഥലത്താണ് എന്ന് എങ്ങനെ പറയാ? അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് സ്ഥലം ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹ് ഇന്നോടത്താന്ന് പറയാൻ പാടില്ല. അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നും പറയാൻ പാടില്ല. അള്ളാഹ് ആകാശത്താണ് എന്നും പറയാൻ പാടില്ല. അങ്ങ് കടലിന്റെ അടിയില് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയപ്പോ അവിടുന്ന് എന്താ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലാ അന്ത, നീ അല്ലാതെ ഇലാഹില്ല, നീ അല്ലാതെ ആരാധ്യനില്ല. നീ ആരോടാ പറയാ? മുമ്പിലുള്ള ആളോടാ പറയാ? ദൂരമുള്ള ആളോടാ പറയാ? മുമ്പിലുള്ള ആളോടല്ലേ പറയാ. എന്നാ അവിടെ അല്ല ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയല്?
അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും പറഞ്ഞുകൂടാ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗുഹയിലുണ്ട്. ആ ഗുഹയിലുള്ള സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കാലിങ്ങനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക് ഖുർആനിലുണ്ട്, ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മളൊപ്പമുണ്ട്. എവിടെ ഉണ്ട്? ഗുഹയിലുണ്ട് എന്നാ അല്ലല്ലോ. അപ്പൊ ഗുഹയിലുണ്ടെന്നില്ല, മത്സ്യത്തിന്റെ വയറ്റിലുണ്ടെന്നില്ല, ആകാശത്തിന്റെ മുകളിൽ ഉണ്ടെന്നില്ല. അള്ളാന്റെ സഹായം എല്ലായിടത്തും ഉണ്ട്, അള്ളാന്റെ നോട്ടം എല്ലായിടത്തും ഉണ്ട്. അള്ളാഹ് എവിടെയുണ്ട് എന്നുള്ള ചർച്ചയില്ല. കാരണം എല്ലാ ഇടവും എല്ലാ സ്ഥലവും അള്ളാഹ് പടച്ചതാണ്. അതിന്റെ ഒക്കെ മുമ്പ് അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് അള്ളാഹ് ഇന്നോടത്തുണ്ട് എന്ന് പറയാൻ പാടില്ല. അള്ളാഹിനെ പറ്റി നമ്മൾ വിശ്വസിക്കേണ്ടത് ലാ മക്കാന ലഹു, അള്ളാഹ്ക്ക് ഒരു സ്ഥലവും ഇല്ല എന്നുള്ളത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 50 വക്ത് നിസ്കാരം ഫർലാക്കി. അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടപെട്ട് അത് ചുരുക്കി കൊടുത്തു. അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തആല മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശുദ്ധമായ രാത്രി, അതിന്റെ പകല് അല്ലാഹു തആല എല്ലാ ബറക്കത്തും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ദർസിനെയും ഹിഫ്ളിനെയും നമ്മുടെ പള്ളിയെയും മദ്രസയെയും നമ്മുടെ ഹൗലിന്റെ നിർമ്മാണത്തിലേക്ക്, കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക്, വരാനിരിക്കുന്ന കുട്ടികളുടെ വാർഷികത്തിലേക്ക്, അതിലേക്കൊക്കെ സഹായിക്കുന്നവര് അള്ളാഹു അവർക്കൊക്കെ മുന്തിയ ജസാ നൽകുമാറാകട്ടെ. അവരുടെ സമ്പത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ബിസിനസ്സിലും അള്ളാഹു തആല അഭിവൃദ്ധിയും ബറക്കത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.